ഹലോ എവ്രി വൺ. അപ്പോൾ കുറേ നാളായി ഞാൻ സ്കൂളിലൊക്കെ പോകുന്ന വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ എന്നപ്പോൾ സ്കൂൾ ഗോയിങ് ഡേ വ്ളോഗ് തന്നെ എടുക്കാമെന്ന്. അപ്പോൾ രാവിലെ തന്നെ ഉറക്കത്തുനിന്ന് എണീറ്റിട്ടുള്ളൊരു മുഖമാണ്. എനിക്ക് ക്ലാസ് ആക്ച്വലി തുടങ്ങുന്നത് 9 മണിക്കാണ്. 9 മണിക്ക് നമ്മളവിടെ എത്തണം. ഞാൻ ഉറക്കം എണീറ്റത് അമ്മ 7:30 മുതൽ വിളിക്കും, 7 മണി 7:30 മുതൽ വിളിക്കും. ഞാൻ ഉറക്കം എണീറ്റ് വരുമ്പോൾ 8 മണിയാവും. എന്നിട്ട് 8 മണിക്ക് നമ്മൾ റെഡി ആവണം, ഫ്രഷ് ആവണം, എന്നിട്ട് ഫുഡ് കഴിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ സ്കൂളിലോട്ടൊരു 15 മിനിറ്റോളം ഉണ്ട്. ബസ്സിലാണ് ഞാൻ പോണത്. അപ്പോൾ 15 മിനിറ്റോളം ഉണ്ട്. കാരണം നേരത്തെ ഞാൻ 10 വരെ പഠിച്ചത് സ്കൂൾ എൻ്റെ വീടിൻ്റെ ഭയങ്കര അടുത്താണ്. അപ്പോൾ എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് കുറേ ദൂരെ സ്കൂളിലൊക്കെ പോയി പഠിക്കണമെന്ന്. അങ്ങനെയാണ് ഈ സ്കൂളിൽ ഞാൻ വന്ന് ചേർന്നതെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഈ സ്കൂൾ അത്യാവശ്യം എൻ്റെ വീട്ടിൽ നിന്ന് ദൂരത്താണെങ്കിലും ഇവിടെ അടുത്ത് വേറെ സ്കൂളുണ്ട്. ബട്ട് എന്നാലും എനിക്ക് ദൂരമുള്ള സ്കൂളാണെന്ന് പറഞ്ഞിട്ടും ഒരു റീസണാണ് ഞാൻ ഈ സ്കൂളിൽ വന്ന് ചേർന്നത്. ബട്ട് ആ ഒരു ഇതങ്ങ് മാറിക്കിട്ടി എന്നാണ് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ചില ദിവസം എനിക്ക് സമയമില്ലാത്ത സമയത്തൊന്ന് ഒരുങ്ങണം എന്നൊക്കെ തോന്നും, ഓരോരോ രീതി. ചിലപ്പോൾ എനിക്ക് പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ വെച്ചു ഓക്കെ കുറച്ച് പൊട്ടിയൊക്കെ ഇടാം. പക്ഷേ ഇത് ഒരു ഉച്ചവരെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ ബസ്സിലും കൂടെ പോകണോണ്ട് പിന്നെ അടിപൊളിയായിട്ടിരിക്കും. ഉച്ചവരെ ഇങ്ങനെ കാണുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഞാൻ കിടന്ന് ഉറങ്ങുമായിരിക്കും. കാരണം നമുക്കൊന്നെങ്കിൽ നോട്ട് വരും, അല്ലെങ്കിൽ ചില ദിവസം ക്ലാസ് കാണില്ല. ഇപ്പോഴത്തെ 2 ദിവസം കൊണ്ട് ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ ക്ലാസ് ഇല്ല. അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങി എണീറ്റ് മറ്റേ ഉറക്കപ്പിച്ചെന്നൊക്കെ ആയിരിക്കും എണീറ്റ് മുടിയൊക്കെ വാരി പിടിച്ച് കെട്ടിയിട്ടാണ് തിരിച്ച് വരുന്നത്. അപ്പോൾ രാവിലെ പോകണം കോലം നോക്കിയേ വേണ്ട, ഞാൻ തിരിച്ച് വരുമ്പോൾ ഇങ്ങനെയേ ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ റെഡിയായി, എന്നിട്ട് എന്ത് ജ്വല്ലറി ഇടണം അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെന്താ ഈ ഒരു ജ്വല്ലറി ഓർഗനൈസർ ഞാൻ ഒന്നും കൂടി ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചു. എനിക്കങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് ചേഞ്ച് ആക്കണം, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കുന്നതൊക്കെയാണ് എൻ്റെ ഒരു ഹോബി. ഇപ്പം ഞാനൊരു മലയുടെ മുകളിലിരുന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്, കാരണം എൻ്റെ റൂം ഫുൾ മെസ്സാണ്. എനിവേ, അപ്പം ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. എനിക്ക് ക്രിസ്പി ദോശ പ്ലസ് തണുത്ത സാമ്പാറാണ് എൻ്റെ ഫേവറേറ്റ്. അതെനിക്ക് തണുത്ത ഭയങ്കര തണുത്തതല്ല, കാരണം ഈ സാമ്പാർ തണുക്കുമ്പോൾ ഒന്ന് കുറുകി വരുമല്ലോ. ഇതിപ്പോൾ ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന സാമ്പാറല്ലേ, അപ്പം അത് കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നുണ്ടാവുക. പിന്നെ രാവിലെ 8 മണിയാകുമ്പോൾ വന്നിട്ട് എനിക്ക് തണുത്ത സാമ്പാറും ചൂട് ദോശയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളത് വെച്ച് നമ്മൾ കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. കാരണം എനിക്ക് കുക്ക് ചെയ്യാറോടെ, അപ്പോൾ കുക്ക് ചെയ്ത് തരുന്ന ഒരാളടുത്ത് നമ്മളങ്ങനെ പറയാനും പാടില്ലല്ലോ. ഓക്കെ, അപ്പോൾ പിന്നെ അഫ്കോഴ്സ് സമയമില്ലാത്ത സമയമാണ്. മുടി പോലും എനിക്ക് കിട്ടാൻ സമയം കിട്ടില്ല, ഞാൻ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അപ്പം പിന്നെ ഞാൻ വൈകിട്ട് ക്ലാസ് ഇട്ട് വരുമ്പോൾ നമുക്കവിടെ TV സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പുതിയതായിട്ട് TV വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, അതിലെങ്ങനെ യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് അതൊക്കെ എങ്ങനെ എടുക്കുന്നത്, അതെല്ലാം വന്ന് സെറ്റ് ചെയ്ത് വെച്ച് തരാൻ വേണ്ടിയിട്ട് ഒരാൾ വരുമല്ലോ. അപ്പോൾ ആൾ വന്നെല്ലാം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ നമ്മൾ TV ഫിറ്റ് ചെയ്തു, നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഐ തിങ്ക് വാഷിംഗ് മെഷീൻ വന്നിട്ടുണ്ട്, പക്ഷെ അത് ഫിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ സൗണ്ട് കുറയ്ക്കാനാണ് വന്നില്ലെങ്കിൽ കോപ്പിറൈറ്റ് വരും. ഞാൻ പോയി പറയട്ടെ. ഓക്കെ, അത് ഒരു വിധത്തിലും അവന് ഇന്നും കൂടെ ഉള്ളൂ, നാളെ ഹോസ്റ്റലിൽ പോകണം. സോ അപ്പോൾ അവൻ എങ്ങനെയെങ്കിലും അവന് അതിൽ പാട്ടിട്ടിട്ട് ഉറക്ക വോളിയത്തിലിട്ട് കേൾക്കണം. ഞാൻ പറഞ്ഞു ഒരു 5 മിനിറ്റ് തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ട് നിനക്ക് വോളി ഇടാമെന്ന്. കാരണം ഇതുവരെ നമ്മളുണ്ടായിരുന്ന ആൻഡ്രോയിഡ് TV ആണെങ്കിൽ നമ്മളിങ്ങനെ നെറ്റ്ഫ്ലിക്സ് അതൊന്നും എടുത്ത് കണക്ട് ചെയ്ത് അങ്ങനെ കണ്ടിട്ടേ ഇല്ല. നമ്മൾ ഫോണിലൊക്കെ കാണും, അല്ലെങ്കിൽ തിയേറ്ററിലാണ് മിക്ക സിനിമ മൂവി കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് കിട്ടിയപ്പോൾ ഒരാക്രാന്തം. എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ കിട്ടിയിട്ട് പിന്നെ കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ അൺബോക്സിങ് സെക്ഷനിലോട്ട് കിടക്കാം. 1 2 3 4 പാഴ്സൽസാണ് നമുക്ക് ഉള്ളത്. സോ ഇത് 4 നമുക്ക് അൺബോക്സ് ചെയ്യാം. ആദ്യം ഇത് പൊട്ടിക്കാനുള്ളൊരു സാധനം കണ്ടുപിടിക്കട്ടെ. അതല്ലേലും അങ്ങനെയാണ്, പൊട്ടിക്കുള്ള സാധനം കാണാനില്ല. ഞാൻ എന്തെങ്കിലും കപ്പ് എടുത്തിട്ട് തരാം. ബാക്കിലുണ്ടോ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് ചായ കുടിച്ചതേ ഉള്ളൂ. അപ്പോൾ TV ഇപ്പോഴും അവിടെ ആൾ നിൽക്കുകയാണ്, നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനും. സോ അതാണ്, നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. ഇത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്ന സാധനമാണ്. ലൈക്ക് ഗേൾസിൻ്റെ മിക്കവരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു ഐറ്റം ആയിരിക്കും ഇത്. Those who know. Oh my god, how pretty. ബട്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ അല്ല. ബട്ട് ഡ്യൂപ്ലിക്കേറ്റ്സ് ആണെങ്കിൽ അതിന് തന്നെ നല്ല എക്സ്പെൻസീവ് ആണ്. Look at that, how pretty it is. ഇത് ജസ്കാവാലി എന്നാണ് തോന്നുന്നത് എൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. അതിൻ്റെ വാച്ചാണ് ഈ ഒരു സ്നേക്ക് വാച്ച്. ഇത് ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കണ്ടുപിടിച്ചാണ്. ഇതിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ഇതിന് ആക്ച്വലി പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് 1000 ആണ്. 1000 ഐ തിങ്ക് 1000 to 50 സംതിങ് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ്.
ഐ ആം റിയലി എക്സൈറ്റഡ് ടു വെയർ ദിസ്. ഇതിങ്ങനെയാണല്ല ചുറ്റിയാണെന്ന് തോന്നുന്നു കേട്ടോ ഇടേണ്ടത്. ഇങ്ങനെ കയറണില്ല, നമുക്ക് ചുറ്റി ആക്രാന്തം കാരണം എങ്ങനെയെങ്കിലും ഒന്ന് ഇട്ടാൽ മതി എന്നുള്ളൊരു ടോണിലോട്ടായി. എൻ്റെ കയ്യിലാണെങ്കിൽ നിറച്ചു ഹെയർ ഉള്ളത് കൊണ്ട് അതൊരു വൃത്തികേടാണ്. വൃത്തികേടല്ല, ബട്ട് സ്റ്റിൽ. ഓ മൈ ഗോഡ്, നോക്ക് എന്ത് രസമാണ്. ഇതിപ്പോൾ ഞാൻ കാണിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ആർക്കും ഇഷ്ടപ്പെടില്ല. അത് ഇവിടുത്തെ കോമഡി ഒന്നല്ല കേട്ടോ, വാച്ച് തിരിച്ചാണ് ഇടേണ്ടത്. എൻ്റെ ഈ സ്നേക്ക് ഈ സൈഡിലാണ് ഇരിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ആക്രാന്തം കാരണം ഞാൻ ഇട്ടപ്പോൾ മാറ്റിപ്പോയി. ഇനി എല്ലായിടത്തും പോകുമ്പോൾ ഇങ്ങനെ നടക്കും. ജസ്ക വലിയ ഒറിജിനൽ ആണെന്ന് വിചാരിക്കും. ലൈക്ക് ഡിറ്റോ അതിൻ്റെ സെയിം പോലെ. സ്റ്റോൺസ് ആണെങ്കിലും എല്ലാം സെയിം ടു സെയിം. ഓക്കെ, അപ്പോൾ നമുക്കിത് എത്രയും പെട്ടെന്ന് എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടണം. അപ്പോൾ എനിക്ക് സമാധാനം. സോ അടുത്ത സാധനം പിടിക്കാം. ചുമ്മാറിനാണ്. ഓക്കെ, അടുത്ത ഈ സാധനം. ഇതാണ് ആദ്യം വാച്ച് എന്ന് വിചാരിച്ചത്. അതാണ് ഞാൻ ഇത് തുറക്കണം, കാരണം ഇത് അതിൻ്റെ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. എൻ്റെ മുടിയൊക്കെ ഫുള്ളായിട്ടിരിക്കുകയാണ്. ചെയ്യണ്ട. എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കൂടി എനിക്ക് ഓർമ്മയില്ല. ഞാൻ രാത്രി ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും സെയിലൊക്കെ നടക്കുന്നത്. അപ്പം ഞാനൊന്ന് അങ്ങോട്ട് ഓർഡർ ചെയ്യും. പിന്നെ ഞാൻ മറന്നു. ഇത് കുറേ നാളായിട്ട് ഞാനിത് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു. എസ്പെഷ്യലി അടുത്ത് ഇപ്പം ഞാൻ എന്തായാലും ഇത് വാങ്ങിച്ചേ പറ്റുള്ളൂ എന്ന് തന്നെ വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഇത് സിറോണയുടെ മെൻസ്ട്രൽ കപ്പാണ്. അവരവിടെ TV ഇട്ടേക്കുവാണ്. സോ കോപ്പിറൈറ്റ് വന്നാൽ ഞാൻ എല്ലാത്തിനെയും കൊല്ലും. സോ ഇതിന് ഇങ്ങനത്തെ ഒരു ബാഗുണ്ട്. ലൈക്ക് ഞാൻ എൻ്റെ റൂമിൽ റിംഗ് ലൈറ്റ് എടുക്കാൻ മടിയ കാരണം എൻ്റെ മറ്റേ മേക്കപ്പ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് എടുക്കുന്നത്. അതാണ് ഇങ്ങനെ ഭയങ്കര ക്ലിയർ അടിക്കുന്നത്. ശരിയാക്കാം. ആൻഡ് ദിസ് ഈസ് ദ മെൻസ്ട്രൽ കപ്പ്. ഇനി വൈകിട്ട് സീ ഫുഡ് കഴിക്കാനൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട്. എനിക്കിനി ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ TV എൻ്റെ യൂട്യൂബ് ചാനലിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം. എന്നിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യണം. ഇവിടെ ഒന്ന് ക്ലീൻ ആക്കണം. ഇവിടെയും എൻ്റെ ഫ്രണ്ട് ഫുള്ള് മെസ്സാണ്. സോ ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ട് വേണം എന്തെങ്കിലും പണിയെടുക്കാൻ. അതായത് സിസ്റ്റർ മെൻസ്ട്രൽ കപ്പ്. അപ്പം ഇതിനെ നമുക്ക് ഇങ്ങനെ ഒരു പൗച്ചും തന്നിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി അമ്മ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റെറിലൈസിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് ഞാനൊന്നും എക്സ്ട്രാ വാങ്ങിക്കേണ്ട. ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് അറിഞ്ഞൂടാ ദിസ് ഫിറ്റ് വർക്ക്സ് ഓർ നോട്ട്. പേടിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒരു ചെറിയ ടെൻഷനുണ്ട് ഇത് യൂസ് ചെയ്തതിന്. അത് നമുക്ക് അപ്പം പറയാം. എനിവേ, അടുത്ത് ഇനി ഈ സാധനം പൊട്ടിക്കാം. ഇതിനി എന്താണാവോ? ഇത് ഐ തിങ്ക് മീഷോ എന്നാണ്. അല്ല, മീഷോ എന്നല്ല, എൻ്റെ ഇത് തെറ്റിപ്പോയി. ഇത് മിന്ത്രയിൽ നിന്നാണ്. വെണ്ടക്കാശുപത്രിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കണ്ണ് ഭയങ്കര കായികശക്തി ആയതുകൊണ്ട് കണ്ണിൽ പിടിച്ചില്ല. ഓക്കെ, സോ ഇത് തുറക്കാം. എനിക്കിപ്പോഴും ആ TV യുടെ ഒന്നും മനസ്സിലാവണേ ഇല്ല. അല്ല, എനിക്ക് യൂട്യൂബും നെറ്റ്ഫ്ലിക്സും എടുക്കാൻ അറിയാം. ബാക്കിയൊന്നും എനിക്ക് മനസ്സിലായില്ല. സോ അവരിപ്പോൾ അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. അവന് പിന്നെ മനസ്സിലായി. കാരണം ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ. TV ഓൾറെഡി ഫിറ്റ് ചെയ്ത് അവനെല്ലാം പറഞ്ഞു കൊടുത്തവർ. സോ ഞാൻ ട്രിപ്പ് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് ഈ ഒരു ഡോട്ട്&കെയുടെ ടിൻറ്റഡ് സൺസ്ക്രീൻ. സോ ഞാൻ ട്രൈ ചെയ്തിട്ട് റിവ്യൂ പറയാം. ആൻഡ് ഇതിപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡാണ് സാധനം. എന്താണെന്നറിയില്ലേ, ഈ പൊട്ടിച്ച് ഞാൻ അങ്ങോട്ടും എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എടുത്തെറിയും. എന്നിട്ട് ഇതെല്ലാം ഞാൻ വൃത്തിയാക്കണം. ഓ മൈ ഗോഡ്, ഇതാണ് മാഴ്സിൻ്റെ ഓയിൽ ബ്ലോട്ടർ ജെൽ കോമ്പാക്ട്. എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ്. സോ നമുക്ക് ഇപ്പം തന്നെ ഒന്ന് ട്രൈ ചെയ്യാം. രാത്രി എന്ന കാരണം എൻ്റെ മുഖത്ത് ഇവിടെയൊക്കെ ഓയിലുണ്ട്. സോ ലെറ്റ് സി. ഈ സാധനം നമ്മളിങ്ങനെ എടുത്തിട്ട്, ഓ മൈ ഗോഡ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് വെച്ച ഭാഗത്ത് ഓയിൽ പോയി. വെറുതെ അല്ല എത്ര ഹൈപ്പ് കൊടുക്കണ ഈ സാധനത്തിന്. എൻ്റെ ഓയിലെല്ലാം ഇത് വലിച്ചെടുത്തു. ബട്ട് ഒരു സ്റ്റെയിനോ അങ്ങനെ ഒന്നും ഇതിലില്ല. സോ ഗുഡ്. ഞാൻ ഭയങ്കര ഇമ്പ്രസ്സായി. സോ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. അടുത്ത് ഇനി എന്താണ് പൊട്ടിക്കാനുള്ളത്? അടുത്തത് സോ അടുത്ത ഈ സാധനമാണ്. ഇത് പൊട്ടിക്കാം. യെസ്, ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ഐ തിങ്ക് ഞാൻ ഫസ്റ്റ് ഓർ സെക്കൻഡ് ഐഷാഡോ പാലറ്റായിരുന്നു ഇത്. ആൻഡ് മൈ മോസ്റ്റ് ഫേവറേറ്റ്. ഇപ്പം നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങൾ ബെസ്റ്റ് ഒരു ഐഷാഡോ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഐ വിൽ സജസ്റ്റ് ദിസ് ഓർ സ്വിസ് ബ്യൂട്ടി. എൻ്റെ ആകെ ഇപ്പം മാഴ്സിൻ്റെ ഐഷാഡോ മാത്രമാണ് ഇരിക്കുന്നത്. അതാണ് ഞാൻ ഉപയോഗിച്ച് എനിക്ക്
ഷെയ്ഡ്സും ഇല്ല അതിൽ. അതൊരു ഫേസ് പാലറ്റാണ്. അപ്പോൾ അതിലൊരു പിങ്കും ബ്രൗണും മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു ഐഷാഡോ പാലറ്റ് വേണമായിരുന്നു. അപ്പോൾ ഇതാണ് ദ ബെസ്റ്റ് ഐഷാഡോ പാലറ്റ്. ഞാൻ കീറിയതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു സ്ക്രാച്ച് വീണു. എനിക്ക് അങ്ങനെ സങ്കടം വരും അങ്ങനെ എനിക്ക് പറ്റിക്കഴിഞ്ഞാൽ. ഞാൻ ആ ബ്ലൈഡ് വെച്ച് ഇങ്ങനെ കീറിയപ്പോൾ ഇവിടെ ഒരു സ്ക്രാച്ചായി. അപ്പോൾ ഓക്കെ, എന്തായാലും എൻ്റെ കയ്യിലിരുന്നിട്ട് ഇത് അതിലും വലിയ സ്ക്രാച്ച് ആവാനുള്ളതാണ്. എനിക്കങ്ങനെ ചൂടും എടുക്കുന്നുണ്ട്, വേർക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് എനിക്ക് ഷൂട്ട് ചെയ്തിട്ട് വേണം ടി വിയിലെ നോക്കാൻ പോയി. ബാക്കിൽ സൗണ്ട് കേൾക്കും ടി വിയുടെ. ഐ കാൺ ഡു എനിത്തിങ്. സോ ദിസ് ഇസ് ദ പാലറ്റ്. ഇതിലുണ്ടോ നമുക്ക് ട്രാൻസിഷൻ ഷെയ്ഡുണ്ട്, എല്ലാ ഷെയ്ഡും ഉണ്ട്, ഗ്ലിറ്ററുണ്ട്. ബിഗിനേഴ്സിന് ദ ബെസ്റ്റ് ഐഷാഡോ പാലറ്റാണ്. അതിന് ഇത്രയും സൈസും ഉള്ളൂ. സോ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിനി കൂടുതൽ സംസാരിക്കില്ല. ഇതൊക്കെ ഞാൻ ടൂർ പോണ വീഡിയോയിൽ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ. അപ്പോൾ ഞാൻ വേഗം പോയി ടി വി വെക്കട്ടെ. ബൈ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി അവർ ടി വി എല്ലാം ഫിറ്റ് ചെയ്ത് സെറ്റാക്കി പോയപ്പോൾ ഞാൻ പോയിട്ട് എൻ്റെ ചാനൽ അതിനകത്ത് എടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അതിങ്ങനെ കണ്ടപ്പോൾ, എൻ്റെ പേരൊക്കെ എഴുതി കാണിച്ചപ്പോൾ. അപ്പോൾ അമ്മ അവനും കൂടി എൻ്റെ ഓരോ വീഡിയോസൊക്കെ എടുത്തിട്ട് എന്നിങ്ങനെ കളിയാക്കാറുണ്ട്. അയ്യേ എന്തിനാ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓരോ പറയുന്ന സാധനങ്ങൾ വെച്ചിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് സർവ്വസാധാരണമാണ്. പിന്നെ എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇതായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് എപ്പോഴും ക്ലീൻ ചെയ്ത് കാണിച്ച് എനിക്ക് മടുത്തും, കണ്ട് നിങ്ങൾക്കും മടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പോയി അത് ക്ലീൻ ചെയ്തിട്ട് നേരെ പോയി കുളിച്ചിട്ട് വന്നിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. കാരണം ഞാനും 2-3 ദിവസം കൊണ്ട് അങ്ങനെ വലിയ നൂഡിൽസും അങ്ങനെ ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഒരു കൊതി. പിന്നെ 3 എണ്ണം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കിയാൽ പാക്കറ്റങ്ങ് കഴിയും. പിന്നെ അപ്പോൾ അവന് ബുൾസേ വേണമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് നൂഡിൽസ് കഴിച്ചാൽ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല, എൻ്റെ വയറ് ഫുള്ളാവും ഭയങ്കരമായിട്ട്. പക്ഷെ അവൻ അങ്ങനെയല്ല. അവൻ നല്ല സ്പോർട്സൊക്കെ കഴിക്കുന്ന ഒരു സ്പോർട്സ് പേഴ്സൺ ആയതുകൊണ്ട് നമ്മൾ കഴിക്കുന്നതിൻ്റെ 3 ഇരട്ടി ഫുഡ് കഴിച്ചാൽ അവൻ്റെ വയറ് നിറയില്ല. കാരണം അത്രയും ബോഡി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന് ബുൾസയും മുട്ട നിർബന്ധമാണല്ലോ. അപ്പം അത് ബുൾസൈ എന്നല്ല, മുട്ട കഴിക്കും. അപ്പോൾ അത് അവന് അമ്മ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അമ്മയും ഞാനും നൂഡിൽസാണ് കഴിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അമ്മ നൂഡിൽസാണെന്ന് തോന്നുന്നു എൻ്റെ നിന്ന് കഴിച്ചത്. പിന്നെ പണ്ട് മുതലേയുള്ളൊരു നൊസ്റ്റാൾജിക് സാധനമാണ് ഈ പണ്ട് ഫുഡ് കഴിക്കുമ്പോൾ അമ്മ എനിക്കിങ്ങനെ ഇട്ട് തരുമായിരുന്നു. സിൻഡ്രല്ല കഥകൾ, ഫെയറി ടെയിൽ, അങ്ങനത്തെ സ്റ്റോറീസ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഫുഡ് കഴിച്ചത്. പിന്നെ അതേപോലെ കാണുന്നൊരു ഫിലിമും ഞാൻ കാണുന്നു, മൈ ബോസ്. പണ്ട് എപ്പോഴും ഒരു കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞപ്പോൾ 5-ലും 6-ലൊക്കെ പഠിക്കുമ്പോൾ എപ്പോഴും മൈ ബോസ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതും ഒക്കെ കണ്ട് ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. സോ പത്രത്തിൽ വീഡിയോ, സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.